പ്രിയമുള്ളവരെ, നമ്മൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ദൃശ്യം അടൂരിൽ സ്പോർട്സ് മേഖലയിൽ ഒരു കുതിച്ചുചാട്ടത്തിന്, സ്പോർട്സിൽ ഇതിഹാസങ്ങളെ സൃഷ്ടിക്കുവാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു നഗരസഭയുടെ അണ്ടറിൽ ഒരു നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണവുമായി മുന്നോട്ട് പോയിരുന്നു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും ഇന്നും ആ സ്റ്റേഡിയം അതേ നിലയിൽ തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഭരണാധികാരികളുടെ പോരായ്മയാണോ കഴിവാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു വിവരാവകാശ രേഖയും ഒപ്പം അതിനൊരു പരാതിയും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പോഴും പറയുന്നത്, ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 23/7/2024 സ്റ്റേഡിയം നിർമ്മാണത്തിന് ഡയറക്ടർ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് തിരുവനന്തപുരവുമായി MOയിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. മറ്റൊന്ന്, കിഫ്ബി മുഖേന പദ്ധതി നടപ്പാക്കുന്നതിനാൽ DPR ഈ ഓഫീസിൽ ലഭ്യമായിട്ടില്ല എന്ന് പറയുന്നു. നിർമ്മാണം സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് തിരുവനന്തപുരം നേരിട്ട് കിഫ്ബി മുഖേന നടത്തുന്നു. എല്ലാം കിഫ്ബി മയമാണ്. ഒരുപക്ഷെ നാളെ ഇവിടെ സ്പോർട്സിൽ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സ്പോർട്സിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്തുമ്പോഴും ഈ മുന്നേറ്റം നടത്തുന്നവർ, കാരണം ഈ കിഫ്ബിയെ പറ്റി ഒരുപാട് അപഖ്യാതികൾ, അപശ്രുതികൾ കേൾക്കുന്നു. എത്രത്തോളം വാസ്തവമാണ് എന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ അറിയാം. അവിടെയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണത്തിൽ നമുക്ക് യൂസേഴ്സ് ഫീ കൊടുക്കണം എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്പോർട്സിൽ വലിയ വലിയ ഇതിഹാസങ്ങൾ ഉണ്ടാകുമ്പോഴും, സ്പോർട്സിൽ വലിയ വലിയ ഹുസൈൻ ബോൾട്ട്, PT ഉഷ പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഇനി ക്രിക്കറ്റ് ആണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ അടക്കമുള്ള, ഇനിയും മറ്റ് ഫുട്ബോൾ മേഖലയിലാണെങ്കിൽ ആ മേഖലയിലെ IM വിജയൻ അടക്കമുള്ള, അല്ലെങ്കിൽ ഹോക്കിയിലാണെങ്കിൽ ആ മേഖലയിലെ വമ്പൻ താരങ്ങൾ ഒക്കെ ആകേണ്ട ആൾക്കാർ, അങ്ങനെ ആകാൻ വേണ്ടി അവർ ഈ നഗരസഭാ സ്റ്റേഡിയത്തിൽ പ്രാക്ടീസിനോ ഒക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നൊരു സംശയമാണ്, അവരൊക്കെ ഈ റോഡ് നിർമ്മാണത്തിന് യൂസേഴ്സ് ഫീ കൊടുക്കണം, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണങ്ങൾക്ക് യൂസേഴ്സ് ഫീ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഈ ആൾക്കാരും യൂസേഴ്സ് ഫീ കൊടുക്കേണ്ടി വരുമോ എന്നൊരു സംശയം ഈ അവസരത്തിൽ തോന്നിപ്പോവുകയാണ്. ഒരുപക്ഷെ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാക്കലുകൾ അനുസരിച്ച് നിങ്ങൾക്കിതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഇത്രയും വർഷങ്ങളെടുത്തിട്ടും ഈ നിർമ്മാണ സംസ്കാരം, ഇത്രയും വളരെ മോശമായ ഈ നിർമ്മാണ സംസ്കാരം എല്ലാത്തിനും വർഷങ്ങളെടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നമ്മൾ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ എന്തു ചെയ്തു എന്ന് പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ചിന്തിക്കണം. എന്തടിസ്ഥാനത്തിൽ നമ്മൾ ഇവർക്ക് വോട്ട് കൊടുക്കണം? ഇങ്ങനെയൊക്കെയുള്ള ജനപ്രതിനിധികൾ നമുക്ക് ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ജനപ്രതിനിധികളാണ് ഇനിയും വരാൻ പോകുന്നതെങ്കിൽ ഈ ജനപ്രതിനിധികൾ ഇനി അങ്ങനെ ആകാതിരിക്കട്ടെ, അങ്ങനെ ആകില്ല എന്ന് തന്നെ കരുതാം. ഇനിയെങ്കിലും ഈ ജനപ്രതിനിധികൾ ഈ സാമൂഹ്യ പ്രവർത്തനവും ഭരണപരമായ രംഗങ്ങളിലും ഇതുവരെ യാതൊരു തരത്തിലുള്ള ഉന്നമനവും ആയിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി നിങ്ങൾ വലിയ വലിയ പുത്തൻ അവകാശവാദങ്ങളുമായി ഞങ്ങൾ അങ്ങ് വികസനത്തിൻ്റെ അപ്പോസ്തലന്മാരായി, ഞങ്ങൾ വികസനത്തിൻ്റെ മറുകര കണ്ടു എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങളെ സമീപിക്കും ഇവർ. അന്ന് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊന്ന്, ഈ ജനപ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത്,
നിങ്ങൾ ഇനിയും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇനിയെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ പോകരുത്. നിങ്ങളൊക്കെ എല്ലാ ജനപ്രതിനിധികളെ പറ്റി ഞാൻ പറയുന്നില്ല, എന്നാലും പറയാതെ വയ്യ, നിങ്ങളെക്കൊണ്ട് പറ്റാത്ത പണി നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങല്ലേ എന്നൊരപേക്ഷ മാത്രമേ ഈ നാടിനെ ഓർത്ത്, നാടിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ മറ്റൊരു സംശയം, ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഞാൻ പറയാൻ വരുന്നത്, ഇത്തരം ജനപ്രതിനിധികൾ ആണോ നമുക്ക് വേണ്ടത്? വാക്കുകളിട്ട് അമ്മാനമാടി ചൊവ്വയിൽ പോകാം, അല്ലെങ്കിൽ ചൊവ്വ പരിവേഷണങ്ങൾ നടത്താം എന്നൊക്കെ പറയുന്ന തരത്തിൽ, അതൊന്നും അവർ പറഞ്ഞിട്ടില്ല, ഞാൻ സാങ്കല്പികമായി പറയുന്നു എന്ന് മാത്രം. അങ്ങനെ വെറുതെ അങ്ങ് തള്ളിവിടുന്ന ഇത്തരം ജനപ്രതിനിധികൾ നമുക്ക് വേണോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. കാരണം വർഷം ഇത്രയായി, നമ്മുടെ നഗരസഭാ സ്റ്റേഡിയം ഇതുവരെയൊന്നും ആയിട്ടില്ല. തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ ടൗൺ ഹാള് വർഷങ്ങളെടുക്കുന്നു. മറ്റൊന്ന് പുതിയ കാവൽച്ചിറ വർഷങ്ങളെടുക്കുന്നു. ഇങ്ങനെ എല്ലാം വർഷങ്ങളെടുക്കുന്ന നിർമ്മാണ വികസന സംസ്കാരമാണ്. ഇത്തരം സംസ്കാരങ്ങളെ നയിക്കാൻ ഇത്തരം ജനപ്രതിനിധികൾ നമുക്ക് വേണോ എന്ന് പ്രിയമുള്ള ജനങ്ങളെ, എൻ്റെ കേൾവിക്കാരെ, ഞാൻ നിങ്ങൾക്ക് വിടുന്നു. നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് വേണോ എന്നുള്ളത്, ഇത്തരം ജനപ്രതിനിധികൾ നമുക്ക് വേണ്ട എന്നുള്ളതും പുതിയൊരു നല്ല തീരുമാനമെടുക്കാൻ കഴിവനുസരിച്ച്, ഓരോ വ്യക്തിയുടെയും കഴിവനുസരിച്ച് വികസനം കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ് നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വേണ്ടത്. അല്ലാത്തവർ തങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് സ്വയം മനസ്സിലാക്കി മത്സരിക്കാതിരിക്കുക എന്നൊരപേക്ഷ കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. പ്രിയമുള്ള അധികാരികളെ, നിങ്ങൾ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും വോട്ട് പിടിക്കാൻ വരും. ഞാൻ വികസനത്തിൻ്റെ അപ്പോസ്തലനാണ്, ഞാൻ വികസനത്തിൻ്റെ മറുകര കണ്ട ആളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യണം. പക്ഷേ നിങ്ങൾ ചോദിക്കണം, എന്തായി അടൂരെ ടൗൺ ഹാൾ, എത്ര വർഷം എടുത്തു? എന്തായി അടൂരെ പുതിയ കാവൽച്ചിറയുടെ വിഷയം, എത്ര വർഷം എടുത്തു? എന്തായി നഗരസഭാ സ്റ്റേഡിയം? നിങ്ങൾ ചോദിക്കണം. പ്രത്യേകിച്ച് നഗരസഭാ സ്റ്റേഡിയം എന്ന് പറയുന്നത് യുവത്വത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അടൂരെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പ്രതികരിക്കണം. ഇത്തരം വികസന സംസ്കാരം നമുക്ക് വേണോ? ഇത്തരം വികസന സംസ്കാരത്തിൻ്റെ വക്താക്കളെ നമുക്ക് ജനപ്രതിനിധികളായിട്ട് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളൊരു അപേക്ഷ ഈ അവസരത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നു. പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം, ഈ നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണം എത്രയും പെട്ടെന്ന് പരിഹരിച്ച്, അതിനുള്ള എല്ലാ ചുവപ്പ് നാടകളും പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഈ നഗരസഭാ സ്റ്റേഡിയം പൂർണ്ണതയിലെത്തിച്ച് നാടിന്, അടൂരിന് ഒരു തിലകക്കുറിയാക്കി മാറ്റണം എന്നൊരപേക്ഷ എല്ലാ ജനപ്രതിനിധികളോടും ഞാൻ ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കുന്നു.